നമസ്കാരം. നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം. പറഞ്ഞുകൊണ്ടിരുന്നത് ചൂതുകളിയെ പറ്റിയാണ്. പാണ്ഡവരും കൗരവരും സഹോദരങ്ങളാണ്. എങ്കിലും പാണ്ഡവരുടെ ഉയർച്ചയിൽ അസൂയ മൂത്ത കൗരവർ, അതിൽ പ്രധാനിയായ ദുര്യോധനൻ, അദ്ദേഹത്തിന്റെ അമ്മാവനായ ശകുനി, ഇവര് ചേർന്നാണ് യുധിഷ്ഠിരനെ ചൂതുകളിക്ക് നിർബന്ധിച്ച് ചൂതുകളിയിൽ ഏർപ്പെടുന്നത്. ഈ ചൂതുകളിയിൽ ശകുനി കള്ളനാണ്, കാപട്യക്കാരനാണ് എന്ന് മറ്റുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഭീഷ്മ പിതാമഹൻ, ധൃതരാഷ്ട്രർ, വിതുരർ, മറ്റ് പ്രധാനപ്പെട്ട രാജാക്കന്മാർ, ഇവരെല്ലാവർക്കും ശകുനിയെ പറ്റി നന്നായിട്ട് അറിയാം. അപ്പൊ ശകുനി മനഃപൂർവമായി വിപത്ത് വരുത്തുന്നു എന്നുള്ളതാണ് നമുക്കും മനസ്സിലാവുന്ന കാര്യം. സഹോദരങ്ങൾ തമ്മിൽ അന്യോന്യം തമ്മിൽ തല്ലി പിരിയുന്നത് ഒരിക്കലും നല്ലതല്ല. നിങ്ങൾക്കറിയാം, ഒരു കുടുംബത്തിലുള്ളവർ തന്നെ ഏതെല്ലാം തരത്തിലുള്ള വിരോധം തമ്മിലുണ്ടാക്കുന്നു. സ്വത്ത് സംബന്ധമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും അനാവശ്യങ്ങൾ പറഞ്ഞ് തമ്മിൽ തല്ലിക്കുക, ഇതൊക്കെ ചിലരുടെ സങ്കുചിതമായ മനസ്ഥിതി കൊണ്ട് തോന്നുന്നതാണ്. ഒരിക്കലും നമ്മൾ ആ രീതിയിൽ പെരുമാറാൻ പാടില്ല. ക്ഷമയും സഹനവും നമുക്ക് ധാരാളമായിട്ടുണ്ടാകണം. അഹങ്കാരം നമുക്ക് പാടില്ല. എത്ര ഉയർന്നവനും അഹങ്കാരം പാടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ധാരാളം മാങ്ങ കായ്ച്ചു നിൽക്കുന്ന മാങ്കൊമ്പാണ് എപ്പോഴും കുനിഞ്ഞു വരുന്നത്. ഭാരം കൊണ്ടാണെങ്കിലും ആ കുനിയലിന് വിനയത്തിന്റെ അംശം കൂടിയുണ്ട്. ഇത്രയും നിറയെ മാങ്ങ ഉണ്ടെങ്കിലും ആ വൃക്ഷക്കൊമ്പുകൾക്ക് വിനയാന്വിതമായി കുനിഞ്ഞു വരുന്നു എന്നാണ് സങ്കല്പം. എന്ന് പറഞ്ഞതുപോലെ ഒരേ അമ്മയുടെ മക്കൾ തന്നെ തമ്മിൽ തമ്മിൽ അസൂയയും കുശുമ്പും ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ അവർ തമ്മിലൊക്കെ വൈരാഗ്യങ്ങൾ ഉണ്ടാകും. ഈ വൈരാഗ്യം ആ കുടുംബത്തെ നശിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. ഒരിക്കലും ആ കുടുംബത്തിന് ശാശ്വതമായ ഒരു ഉയർച്ച അല്ലെങ്കിൽ ഒരു ഐശ്വര്യം ഉണ്ടാകുകയില്ല. നമ്മൾ തന്നെ, നമ്മളെല്ലാം സാധാരണക്കാരാണ് എങ്കിൽ പോലും നമ്മൾ തന്നെ പരസ്പരം അടുത്തവരെ കുറ്റം പറയുകയും അടുത്തവർക്ക് ദോഷമുണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടുകയില്ല. അതേസമയം സന്തോഷത്തോടുകൂടി മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കാളികളാവുകയും അവരുടെ സങ്കടത്തിൽ നമ്മളും ദുഃഖിതരാവുകയും ചെയ്തു നോക്കൂ, തീർച്ചയായും നമ്മുടെ ഹൃദയത്തിന് ശാന്തതയെ ഉണ്ടാവുകയുള്ളൂ. അത് മനസ്സിലാക്കാതെ പരസ്പരം പോരടിച്ച് കുടുംബങ്ങളെ നശിപ്പിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് അണുകുടുംബങ്ങളായതിനു ശേഷം. കൂട്ടുകുടുംബമാണെങ്കിൽ ഇങ്ങനെയുള്ള പരസ്പര സ്പർദ്ധ കൂടുതലായി ഉണ്ടാവുകയില്ല. ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് സ്വാർത്ഥതയാണ്. ഒരു കൈയിലെ 5 വിരലുകളും ഒരുപോലെയല്ല. അതുപോലെ തന്നെയാണ് മനുഷ്യരും. നമ്മൾ കൂടപ്പിറപ്പുകളായാൽ പോലും ഉയർച്ചയും താഴ്ചയും എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും. നമ്മുടെ കൂടപ്പിറപ്പുകളുടെ ഉയർച്ചയിൽ സന്തോഷിക്കുകയും അവരുടെ താഴ്ചയിൽ സഹായിക്കാൻ പറ്റില്ലെങ്കിലും അവരോട് സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുന്നതാണ് ഒരു കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് ഏറ്റവും നല്ലത്. അതേസമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഉയർന്നിരിക്കുന്നവന്റെ ചെവിയിൽ താഴ്ന്നു കിടക്കുന്നവനെ പറ്റി ആവശ്യമില്ലാത്ത അനാവശ്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവരെ തമ്മിൽ തെറ്റിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥിതി ഇന്ന് നമ്മൾ ധാരാളമായി കാണുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, സഹോദരൻ സഹോദരിയെ കൊല്ലുന്നു, സഹോദരി സഹോദരനെ കൊല്ലുന്നു, അച്ഛൻ മകളെ കൊല്ലുന്നു, അച്ഛനെ മകൻ കൊല്ലുന്നു. ഇങ്ങനെയുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാർത്തകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ സത്യത്തിൽ നമ്മുടെ മനസ്സൊക്കെ മരവിച്ചു പോകും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പരസ്പര സ്നേഹമില്ലായ്മ, സ്വന്തം കാര്യം മാത്രം, സ്വാർത്ഥത. ഈ സ്വാർത്ഥത കൊണ്ടാണ് ഇതിനകത്ത് പ്രധാനമായും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മാത്രവുമല്ല, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, മദ്യം, മയക്കുമരുന്ന്, ഇതിലൊക്കെ മയക്കുമരുന്നുകൾ, മദ്യവും ദോഷമാണ്, മയക്കുമരുന്നുകൾ അതിനേക്കാൾ ദോഷമാണ്. അത് കഴിച്ചു കഴിയുമ്പോൾ ക്രൂരമായ ഒരു മാനസികാവസ്ഥ ഉണ്ടാകുന്നു. നമ്മൾ കേട്ടിട്ടുള്ള കൊലപാതകങ്ങൾക്കെല്ലാം കാരണം മയക്കുമരുന്നാണ് പ്രധാനമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ടാണ് എന്ന് നമ്മൾക്ക് വാർത്താ വിനിമയങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അനുജന്റെയും ജ്യേഷ്ഠന്റെയും മക്കളാണ്. അപ്പൊ ഇവര് തമ്മിലുള്ള ഈ ബദ്ധവൈരത്തിന് കാരണം
ഒരുത്തന്റെ ഉയർച്ച കണ്ടിട്ട് അടുത്തവനുള്ള അസൂയ കൊണ്ടും, പിന്നെ ഇതിനെല്ലാം അവസാനം ഒരു നാശം ഉണ്ടാകണമെന്നുള്ളത് വിധി എഴുതി വച്ചിരിക്കുന്നതും കൊണ്ടാണ് ഈ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ ആ ദുര്യോധനന്റെ നിർബന്ധം കൊണ്ട് ചൂതുകളി അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ധൃതരാഷ്ട്രർക്ക് മനസ്സുകൊണ്ട് പുറമേ എതിർക്കുന്നെങ്കിലും മനസ്സുകൊണ്ട് തൻ്റെ മകന്റെ കൂടെയാണ് അദ്ദേഹം. അത്രയേറെ പുത്രനെ സ്നേഹിക്കുന്ന ഒരു പിതാവായിരുന്നു ധൃതരാഷ്ട്രർ. അപ്പൊ അങ്ങനെ ചൂതുകളി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ ചൂതുകളിയിൽ പാണ്ഡവർ തോറ്റുകൊണ്ടും ഇരിക്കുന്നു. വിതുരർ എന്തൊക്കെ പറഞ്ഞിട്ടും ദുര്യോധനൻ അനുസരിക്കുന്നില്ല. ദുര്യോധനൻ വിതുരരെയും പരിഹസിക്കുകയാണ്. നിങ്ങൾ ശത്രുപക്ഷത്താണ്, നിങ്ങൾക്ക് ചോറിങ്ങും കൂറങ്ങുമാണ് എന്നെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹത്തെ പരിഹസിക്കുകയും ചെയ്യുന്നു. വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് അവസാനം വിതുരർ സമാശ്വസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചൂതുകളിയിൽ എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ട ദുര്യോധനാദികൾ മുന്നോട്ട് പോവുകയാണ്. തോറ്റു കഴിഞ്ഞു, ഇനിയും ധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പണയം പറയൂ എന്ന് പറയും. അപ്പോഴത്തേക്ക് യുധിഷ്ഠിരന് കുറച്ച് കോപം വന്നു. എന്റെ മക്കൾ ഇനിയും വളരെയധികം ധനമുണ്ട്, അതിന്റെ കണക്ക് ചോദിക്കാൻ താൻ ആര്? അതെല്ലാം കൂടി ഞാൻ പണയം വെക്കുന്നു എന്ന് പറയും. ശകുനി വീണ്ടും പകിട എറിഞ്ഞു, അതും അയാൾ ജയിച്ചു കഴിഞ്ഞു. അപ്പോ യുധിഷ്ഠിരൻ ബ്രാഹ്മണരും ബ്രഹ്മസവും ഒഴികെ നഗരം, രാജ്യം, ജനങ്ങൾ, അവരുടെ ധനം എല്ലാം കൂടി ഞാൻ പണയം വെക്കുന്നു. പറഞ്ഞതുപോലെ പറഞ്ഞു കഴിഞ്ഞതും പഴയതുപോലെ ശകുനി വീണ്ടും പകിട എറിഞ്ഞു ജയിച്ചു. പിന്നീട് നകുലൻ, സഹദേവൻ, അർജുനൻ, ഭീമൻ എന്നിങ്ങനെ ഓരോ സഹോദരനെയും പണയം പറഞ്ഞ യുധിഷ്ഠിരൻ ഒടുവിൽ തന്നെ പണയമാക്കി. ശകുനി ഒരേ മട്ടിൽ പകിട എറിഞ്ഞ് എല്ലാം ജയിച്ച് കൈയടക്കി. അപ്പൊ ശകുനി അവസാനം പറഞ്ഞു, രാജാവേ, അങ്ങ് സ്വയം പണയം വെച്ച് തോറ്റു, വലിയ അനർത്ഥവുമായി. വേറെ വിലയേറിയ സമ്പത്ത് അധീനയിലുള്ളപ്പോൾ സ്വയം പണയമാകേണ്ടിയിരുന്നില്ല. അങ്ങയുടെ പ്രിയപ്പെട്ട ദ്രൗപദി ഇനിയും ശേഷിച്ചിട്ടുണ്ടല്ലോ, അവരെ പണയം വെച്ച് കളി അങ്ങയ്ക്ക് വിജയം നേടാം. യുധിഷ്ഠിരൻ, ശകുനി, ദ്രൗപദി ഗ്രഹകാര്യങ്ങളിൽ നിപുണയാണ്, സുശീലയാണ്, സകല കാര്യത്തിലും വേണ്ടവണ്ണം ശ്രദ്ധിക്കുന്ന ഗ്രഹനാഥയുമാണ്. സർവാംഗ സുന്ദരിയായ അവളെ ഞാൻ പണയം വയ്ക്കുന്നു. ഇത് കേട്ടപ്പോൾ 4 ഭാഗത്ത് നിന്ന് അപശബ്ദങ്ങൾ മുഴങ്ങി. രാജാക്കന്മാർ ശോകാകുലരായി. ഭീഷ്മ ദ്രോണാദികൾ ഇരുന്ന് വിയർത്തു. വിതുരർ ദീർഘശ്വാസം വിട്ടുകൊണ്ട് കുനിഞ്ഞിരുന്നു. ധൃതരാഷ്ട്രർ ആഹ്ലാദത്തോടെ പലതവണ ചോദിച്ചു, നാം ജയിച്ചോ, നാം ജയിച്ചോ? സഭാവാസികൾ ഒന്നടങ്കം കണ്ണീരൊഴുക്കി. ദുശാസനനും കർണനും മറ്റും പൊട്ടിച്ചിരിച്ചു. ഞാൻ എല്ലാം നേടിയെന്ന് പറഞ്ഞ് ശകുനി പകുട താഴെയിട്ടു. വൈശമ്പായനൻ ജയമേജയനോട് പറയുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം. അതായത് ഇവരുടെ ചൂതുകളിയെ പറ്റിയും ഈ മഹാഭാരതത്തിലെ എല്ലാ കഥകളും വൈശമ്പായനൻ ജയമേജയനോട് പറയുന്നതായിട്ടാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിതുരർ പിന്നെയും ദുര്യോധനെ ഒരുപാട് ശാസിച്ച് സംസാരിക്കുന്നുണ്ട്. നാശത്തിന്റെ വഴിയിലേക്ക് പോവുകയാണ്, നിനക്ക് ദ്രൗപദിയെ വിളിക്കേണ്ട ആവശ്യമില്ല എന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് അതൊന്നും കേൾക്കുന്നില്ല. ദുര്യോധനൻ അതൊന്നും കേൾക്കുന്നില്ല. എന്നിട്ട് ആ പ്രതീകാമിയെ വിളിച്ചിട്ട് പറഞ്ഞു, ദ്രൗപദിയെ വിളിച്ചുകൊണ്ട് വരൂ. അതായത് ദ്രൗപദിയെയും പണയം വെച്ചു. ദ്രൗപദിയെ പണയം വെച്ച് യുധിഷ്ഠിരൻ അതിലും തോറ്റു. അപ്പൊ ദ്രൗപദിയെ സഭയിലേക്ക് വിളിച്ചുകൊണ്ട് വരൂ എന്ന് പറഞ്ഞു. ദുര്യോധനാദികൾക്ക് ദ്രൗപദിയോട് വൈരാഗ്യമുണ്ട്. ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് സ്ഥലമാണെന്ന് വിചാരിച്ച് തടാകത്തിൽ വീഴുകയും അത് കണ്ട് ദ്രൗപദി മന്ദഹസിക്കുകയും ചെയ്തത് ദുര്യോധനന്റെ മനസ്സിലുണ്ട്. ദുര്യോധനൻ പറയുന്നു, ദ്രൗപദിയെ സഭയിലേക്ക് വിളിച്ചുകൊണ്ടുവരും. ദുര്യോധനന്റെ ആജ്ഞാപ്രകാരം പ്രാതികാമി ദ്രൗപദിയുടെ അടുത്ത് എന്ന് പറഞ്ഞു ചക്രവർത്തിനി യുധിഷ്ഠിര ചക്രവർത്തി ചൂത് കളിച്ചു ധനമെല്ലാം നഷ്ടമായി. പണയം പറയാൻ മറ്റാരുമില്ലെന്നായപ്പോൾ സഹോദരനെയും തന്നെയും അദ്ദേഹം പണയം വെച്ചു. ഇപ്പോൾ ഇവിടുന്ന് ദുര്യോധനൻ ജയിച്ചു. കൈയടക്കിയവരുടെ കൂട്ടത്തിലാണ് ദേവിയെ കൂട്ടിക്കൊണ്ടു ചെല്ലാൻ ദുര്യോധനൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. കൗരവർക്ക് നാശം അടുത്തുവെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു. പ്രതീകാമി എന്ന് പറഞ്ഞത് ദുര്യോധനന്റെ സൂതന്റെ പുത്രനാണ്. ദ്രൗപദി, സൂതപുത്ര, എല്ലാം വിധിയുടെ വിളയാട്ടമാണ്. സകല ജനങ്ങൾക്കും സുഖദുഃഖങ്ങൾ മാറി മാറി വരുന്നു. ലോകത്ത് ധർമ്മമാണ് ശ്രേഷ്ഠവും.
ധർമ്മത്തിൽ ദൃഢമായി നിൽക്കുന്നവരെ ധർമ്മം രക്ഷിക്കും. നീ സഭയിൽ പോയി അവിടെ ഇരിക്കുന്ന ധർമ്മിഷ്ഠരോട് ചോദിക്കൂ, ഈ അവസരത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന്. ഞാൻ ധർമ്മം ലംഘിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രാതിഗാമി സഭയിൽ വന്ന ദ്രൗപദിക്ക് എന്തുത്തരം നൽകണമെന്ന് ആരാഞ്ഞു. അത് കേട്ട് സഭാവാസികൾ മൗനം പൂണ്ട് മുഖം താഴ്ത്തിയിരുന്നു. ദുശാസനന്റെ ശാഠ്യം അവർക്ക് പരിചിതമായിരുന്നു. പാണ്ഡവർ അത്യന്തം ദുഃഖിതരായി. സത്യബദ്ധരാകയാൽ അവർ ഇതികർത്തവ്യമൂഢരായിരുന്നു. നീ ചെല്ല്, ദ്രൗപദിയെ എവിടെ കൊണ്ടുപോവാ, അവളുടെ ചോദ്യത്തിന് മറുപടി നൽകേണ്ടതില്ല. ദ്രൗപദിയുടെ ക്രോധത്തെ പ്രാതിഗാമി ഭയന്നിരുന്നു. ദുര്യോധനന്റെ വാക്കു മാനിക്കാതെ അയാൾ സദസ്യരോട് വീണ്ടും ചോദിച്ചു, ഞാൻ ദ്രൗപദിയോട് എന്താണ് പറയേണ്ടത്? ഇത് ദുര്യോധനനെ രസിച്ചില്ല. അദ്ദേഹം പ്രാതിഗാമിയെ കണ്ണുരുട്ടി നോക്കി. എന്നിട്ട് ദുശാസനെ വിളിച്ചു, അനുജ, ഈ വകയ്ക്ക് കൊള്ളാത്തവനെ ഭീമനെ ഭയമാണ്. അതുകൊണ്ട് നീ തന്നെ പോയി ദ്രൗപദിയെ പിടിച്ചു കൊണ്ടുവരൂ. പരാജിതരായ പാണ്ഡവർ നിന്നെ ഒന്നും ചെയ്യാനില്ല. ജ്യേഷ്ഠന്റെ ആജ്ഞ ലഭിച്ച മാത്രയിൽ ദുശാസനൻ ക്രോധത്തോടെ അവിടെ നിന്ന് പോയി. പാണ്ഡവരുടെ വസതിയിലെത്തി അയാൾ ദ്രൗപദിയോട് പറഞ്ഞു, കൃഷ്ണേ, നടക്ക്, നിന്നെ ഞങ്ങൾ ജയിച്ചടക്കിയിരിക്കുന്നു. സുന്ദരി, ധർമ്മമനുസരിച്ച് തന്നെയാണ് ഞങ്ങൾക്ക് നിന്നെ കിട്ടിയത്. ഇനി സഭയിൽ ചെന്ന് കൗരവരെ ശുശ്രൂഷിക്ക്. ദ്രൗപദിയുടെ മുഖം വാടി, ഹൃദയം പൂർണ്ണ ശോകത്തിലായി. ആർത്തയായി മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് ധൃതരാഷ്ട്രയുടെ അന്തപുരത്തിലേക്ക് അവൾ ഓടി. ക്രോധത്തോടെ പിന്തുടർന്ന ദുഷ്ടനായ ദുശാസനൻ ദ്രൗപദിയുടെ നീണ്ടു പൂണ്ടു കിടക്കുന്ന കേശഭാരത്തിൽ പിടികൂടി. ഊക്കോടെ തലമുടിയിൽ പിടിച്ചു വലിച്ചിഴച്ചുകൊണ്ട് അയാൾ നടന്നു. അവൾ മെല്ലെ പറഞ്ഞു, എടാ ദുഷ്ട, ഞാൻ രജസ്വലയാണ്. ഒരു വസ്ത്രമേ ഉടുത്തിട്ടുള്ളൂ. ഈ സ്ഥിതിയിൽ എന്നെ നിറഞ്ഞ സഭയിൽ കൊണ്ടുപോകുന്നത് ശരിയല്ല. രജസ്വല എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് മാസം തോറും ഉണ്ടാകുന്ന ആർത്തവ സമയത്ത് ആണ്. ആ സമയത്ത് ഗ്രഹത്തിൽ ഒതുങ്ങി ഒറ്റ വസ്ത്രം ചുറ്റി ഇരിക്കുന്ന ആളായിരുന്നു ദ്രൗപദി. അതുകൊണ്ടാണ് ദ്രൗപദി അത് പറഞ്ഞത്. അതൊന്ന് ശ്രദ്ധിക്കാതെ ദുശാസനൻ ദ്രൗപദിയെ വലിച്ചിഴച്ച് സഭയിൽ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ദ്രുപദപുത്രി, നീ രജസ്വലയായാൽ എന്ത്? നിനക്ക് ഒറ്റ വസ്ത്രമേ ഉള്ളെങ്കിൽ അത് മതി എന്ന് പറഞ്ഞാണ് ദുശാസനൻ വലിച്ചിഴച്ച് കൊണ്ടുവന്നത്. നീ ഞങ്ങളുടെ ദാസിയാണ്. പെണ്ണുങ്ങളോടൊപ്പം നിനക്ക് ഇവിടെ കഴിയാം. വലിച്ചിഴച്ചു കൊണ്ടുവന്ന് സഭയിലെത്തി. അവളുടെ അർദ്ധശരീരം അനാവൃതമായിരുന്നു. അനാവൃതം എന്ന് പറഞ്ഞാൽ മൂടാത്തതായിരുന്നു അർദ്ധശരീരം. ലജ്ജയോടും ക്രോധത്തോടും കൂടി അവൾ പറഞ്ഞു, എടാ ദുഷ്ട, ശാസ്ത്രജ്ഞാനികളും കർമ്മസിദ്ധിയുള്ളവരുമായ ഗുരുജനങ്ങൾ ഈ സഭയിൽ ഇരിപ്പുണ്ട്. അവരുടെ മുമ്പിൽ ഈ വേഷത്തിൽ ഞാൻ എങ്ങനെ നിൽക്കും? എന്നെ പിടിച്ചു വലിക്കരുത്, എന്റെ വസ്ത്രം അഴിക്കരുത്. ഈ നീചകർമ്മം ചെയ്യാൻ നിനക്ക് ലേശവും ഭയവുമില്ലല്ലോ. നോക്കൂ, ഇന്ദ്രനും മറ്റു ദേവന്മാരും നിന്നെ സഹായിച്ചാലും പാണ്ഡവരുടെ കയ്യിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ ആവില്ല. ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന ധർമ്മപുത്രരും സൂക്ഷ്മതത്വങ്ങൾ അറിയാം. ഞാൻ അദ്ദേഹത്തിൽ ഒരു തെറ്റും കാണുന്നില്ല. നിന്നെ പോലുള്ള അധർമ്മന്മാർ ജനിച്ച ഭാരതവംശം എത്ര നിന്ദ്യം. സഭയിലിരിക്കുന്ന കൗരവന്മാർ കുലത്തിന്റെ അന്തസ്സ് നശിപ്പിക്കുന്നത് കണ്ണു തുറന്നു തന്നെ കാണുന്നുണ്ടല്ലോ. ദ്രോണരുടെയും ഭീഷ്മരുടെയും വിതുരരുടെയും ഒക്കെ തന്റെ ഇടം എവിടെ പോയി? ഈ വൃദ്ധന്മാർ എന്തിന് ഈ അധർമ്മം കണ്ടുകൊണ്ടിരിക്കുന്നു? ദ്രൗപദിയുടെ ഈ വാക്കുകൾക്കൊന്നും അവർക്കാർക്കും മറുപടിയില്ലായിരുന്നു. അവരെല്ലാരും നിശബ്ദരായി, പലരും തലകുനിച്ചിരുന്നു പോയി. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം. നന്ദി, നമസ്കാരം.